നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ IPLൻ്റെ 3 റൗണ്ട് മത്സരങ്ങളും കഴിഞ്ഞു. 2 ടീമുകൾ 4 കളികൾ കളിച്ചിട്ടുണ്ട്. അത് രാജസ്ഥാൻ റോയൽസും KKRുമാണ്. അപ്പോൾ ഈ 3-ാം റൗണ്ട് എന്ന് നമ്മൾ പറയുന്നത് മാച്ച് നമ്പർ 12 മുതൽ 16 വരെയാണ്. ഏതായാലും എല്ലാ ടീമുകളും 3 റൗണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. കളിച്ച 4 കളികൾ ഗോഹട്ടി ലെഗിൽ കളിച്ച 4 കളികളും വിജയിച്ച് 8 പോയിൻറ്റോടെ അവർ നിൽക്കുകയാണ്. വമ്പന്മാരൊക്കെ വീഴ്ത്തി. MIയെ വീഴ്ത്തി, RCBയെ വീഴ്ത്തി. പിന്നെ CSK പഴയ പ്രതാപം ഉണ്ടല്ലോ, അതുകൊണ്ട് വമ്പന്മാരെന്ന് എടുക്കട്ടെ, അവരെയും വീഴ്ത്തി. GTയെ വീഴ്ത്തി. കളിച്ച കളികളൊക്കെ വിജയിച്ച് കുതിച്ചു പായുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് പവർ റാങ്കിങ് അവതരിപ്പിക്കുമ്പോൾ 10-ാം സ്ഥാനത്തായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഉണ്ടായിരുന്നത്. കളി തുടങ്ങി ആദ്യത്തെ പവർ റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്തേക്കെത്തി. 2ാമത്തെ പവർ റാങ്കിൽ 5-ാം സ്ഥാനത്തേക്കെത്തി. കളി തുടങ്ങിയതിന് ശേഷമുള്ള 3ാമത്തെ പവർ റാങ്കിങ്, അതായത് നമ്മുടെ എപ്പിസോഡ് 4ൽ അവർ ഇപ്പോൾ കുതിച്ചുയർന്ന് മുന്നോട്ട് കയറിയിട്ടുണ്ട്. എത്രയാണെന്ന് പവർ റാങ്കിങ് പറയുമ്പോൾ പറയാം. പോയിൻ്റ് പട്ടികയല്ല പവർ റാങ്കിങ്, എന്ന് നിങ്ങൾക്കറിയാലോ. പോയിൻ്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് 8 പോയിൻ്റ്. 2ാമത് PBKS ആണ്. PBKSന് ഒരു കളി മഴ പെയ്തു പോയത് തിരിച്ചടിയായി. അതിനിപ്പോൾ പണിയാകുമോ എന്നുള്ളത് പ്ലേ ഓഫിന് കട്ടക്ക് പോയിൻറ്റുകളൊക്കെ വരുന്ന ഘട്ടത്തിലാണ്. ഏതായാലും അത് അവർ ജയിക്കേണ്ട കളിയാണെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. 3 കളികളിൽ നിന്ന് 2 ജയം, 1 നോ റിസൾട്ട്, 5 പോയിൻറ്റോടെ അവരാണ് 2ാമത്. 3ാമതും 4ാമതും 5ാമതുമായിട്ട് RCBയും DCയും LSGയും ഉണ്ട്. 3 ടീമുകൾക്കും 4 വീതം പോയിൻറ്റുകളാണ്. പിന്നെ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സ്ഥാനത്തിലെ വ്യത്യാസം. 6ാമതും 7ാമതും 8ാമതുമായിട്ട് SRHും GTയും MIയും ഉണ്ട്. അവർക്കൊക്കെ 2 വീതം പോയിൻറ്റുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നെറ്റ് റൺ റേറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഈ സ്ഥാനങ്ങളിലെ വ്യത്യാസം. 4 കളികളിൽ നിന്ന് 1 പോയിൻറ്റ്. മഴ പെയ്ത് കിട്ടിയ ഒറ്റ പോയിൻറ്റും കൊണ്ട് നിൽപ്പാണ് KKR 9ാം സ്ഥാനത്ത്. CSK 3 കളി -2.517. നെറ്റ് റൺ റേറ്റിൽ പോയിൻ്റൊന്നുമില്ലാത്ത ഒരേ ഒരു ടീം, സംപൂജ്യരായ ഒരേ ഒരു ടീമായിട്ട് 3 റൗണ്ട് കഴിയുമ്പോൾ 10ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതാണ് പോയിൻ്റ് പട്ടിക. അപ്പോൾ നമ്മൾ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കൾ, 4-5 കൊല്ലമായിട്ട് റാഫ് ടോക്സിനോടൊപ്പം ഉള്ളവർക്കൊക്കെ അറിയാം, 4-5 കൊല്ലമായിട്ട് നമ്മൾ IPL പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. വേൾഡ് കപ്പ് വരുമ്പോൾ വേൾഡ് കപ്പ് പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. അത് പോയിൻ്റ് പട്ടികയല്ല, ഓരോ ടീമുകളുടെയും പെർഫോമൻസും അവരുടെ താരങ്ങളുടെ അവൈലബിലിറ്റിയും വരാനിരിക്കുന്ന മത്സരങ്ങളും ഒക്കെ നമ്മൾ വിശകലനം ചെയ്ത് നമ്മുടേതായിട്ടുള്ള വിശകലനങ്ങളുടെ റിസൾട്ട് എന്ന രൂപത്തിൽ നിലവിൽ ഏറ്റവും അധികം കിരീട സാധ്യത ആർക്കാണ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പവർ റാങ്കിങ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഓരോരുത്തരും കളി വിലയിരുത്തുന്നത് വ്യത്യസ്ത രൂപത്തിലായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി മുന്നോട്ട് പോകും. പിന്നെ ഞാൻ ആ ടീമിൻ്റെ ഫാനായതുകൊണ്ട് ആ ടീമിന് 1ാമതിടണം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും കമൻറ്റ് വരാറുണ്ട്. തനിക്കറിയില്ലടോ ഞങ്ങളുടെ SRH എന്താണെന്ന്, അല്ലെങ്കിൽ CSK 3 കളി വീണപ്പോഴേക്കും താൻ ഇങ്ങനെയായി ചെയ്യണമെന്നൊക്കെ ചോദിച്ചു വരും. അങ്ങനെ വരാമെന്ന് മാത്രമേ ഉള്ളൂ. അത്തരം കമൻറ്റുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കളിയെ കൃത്യമായി കാണുന്നവരാണ് നമ്മളിൽ അധികവും. അവരുടെ ആരോഗ്യകരമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും പവർ റാങ്കിങ്ങിൽ 10ാമത്, തുടർച്ചയായി 2ാമത്തെ പവർ റാങ്കിങ്ങിലും CSK തന്നെ 10ാം സ്ഥാനം നിലനിർത്തുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇതിന് മുമ്പത്തെ പവർ റാങ്കിങ്ങിൽ CSK 10ാമതാണ്. അതിനു മുമ്പത്തെ പവർ റാങ്കിങ്ങിൽ CSK 8ാമതായിരുന്നു. അതിനു മുമ്പ് CSK 7ാമതുണ്ടായിരുന്നു. ഏതായാലും CSK 10ാം സ്ഥാനത്താണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നിൽക്കുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ ഇരുള് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു റീൽ ചെയ്തിരുന്നു. റാഫ് ടോക്ക് ക്രിക്കറ്റ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പം അതിൽ നമ്മൾ സ്ഥിരമായിട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് റീല് പങ്കുവെക്കാറുണ്ടല്ലോ. അതിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, CSKയുടെ ബൗളിംഗ് വെച്ച് നോക്കുമ്പോൾ, മുന്നോട്ട് നോക്കുമ്പോൾ ഇരുള് മാത്രം. ബാറ്റിംഗ് പരിഹാരം ഇനിയും കാണാൻ പറ്റും. ഡേവിഡ് ബ്രവിസ് ഒരു പക്ഷേ ഇന്നത്തെ കളി അദ്ദേഹം കളിക്കും. സഞ്ജു, ഋതു ഒക്കെ ഫോമിലേക്ക് എത്തിയാൽ അത് ക്ലിക്കാവും. ഒരു പക്ഷേ ഡൽഹിക്കെതിരെയുള്ള കളിയാകുമ്പോഴേക്കും, ഡൽഹിക്കെതിരെയുള്ള കളിയല്ല, അതിനുശേഷമുള്ള മത്സരം, ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിനുണ്ടാവില്ല, അതിനുശേഷമുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ ആ മത്സരമാകുമ്പോഴേക്കും ഒരു പക്ഷേ MSD എത്തിയേക്കും എന്ന വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ ബാറ്റിംഗ് അവർക്ക് ഇനിയും പരിഹാരം കാണാൻ പറ്റും. പക്ഷേ ബൗളിംഗ് അങ്ങനെയല്ല. നഥാൻ എൽലിസ്
റൂൾഡ് ഔട്ടായത് തിരിച്ചടിയാണ്. പകരമെടുത്ത സ്പെൻസർ ജോൺസൺ ഇപ്പോഴും ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. വന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് പ്രകടനം എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഇരുള് മാത്രം എന്നുള്ള പ്രസ്താവന ഇനിയും തുടരുകയാണ്. പക്ഷേ അവർ ജയിക്കും. എല്ലാ കളിയും തോൽക്കുമെന്നല്ല പറയുന്നത്. നിലവിൽ കിരീട സാധ്യത തുലോം കുറവാണ്. 10ാമതാണ് അവരുള്ളത്. 9ാമത് KKR. കഴിഞ്ഞ നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ 7ാമതായിരുന്നു. ഇപ്പോൾ നമ്മൾ അവർ 9ാം സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. അവരാകെ ഒരു പോയിൻ്റ് കിട്ടിയത് മഴ പെയ്ത് PBKസിനെതിരെ കിട്ടിയ ഒറ്റ പോയിൻ്റ് മാത്രമാണ്. അല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനങ്ങൾ ഈ പറഞ്ഞ പോലെ ബൗളിങ്ങിലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ കളി KKR ജയിച്ചു എന്ന് കരുതിയിടത്ത് നിന്നാണ് ആ പയ്യൻ മുകുൾ ചൗധരി അടിച്ചങ്ങ് പഞ്ചറാക്കി എന്ന് പറയണം LSGയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. സോ അത്തരം ഘട്ടങ്ങളിൽ ബൗൾ ചെയ്ത് കളി പിടിക്കാൻ കെൽപ്പുള്ള ഒരു ബൗളിംഗ് നിര അവരെന്തായാലും മിസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനിലൊക്കെ അവർ കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഓപ്ഷന് ശേഷം പലതും സംഭവിച്ചു. മുസ്തഫീസറിനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു. പതിരാനക്ക് പരിക്ക് പറ്റിയിട്ട് കളിക്കാൻ പറ്റാതെയായി. ഹർഷിത് റാണ റൂൾഡ് ഔട്ടായി. ആകാശ് ദീപ് റൂൾഡ് ഔട്ടായി. ഇങ്ങനെ ഡിപ്ലീറ്റഡ് ആയിപ്പോയി. KKRൻ്റെ അവസ്ഥയും ഞാൻ നേരത്തെ CSK പറഞ്ഞ പോലെയാണ്. ബൗളിങ് മുന്നോട്ട് നോക്കുമ്പോൾ അന്ധകാരം മാത്രം. അതിന് ഒന്നുകൂടി എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രൂപത്തിൽ അവരുടെ വജ്രായുധം എന്നവർ കണ്ടിരുന്ന വരുൺ ചക്രവർത്തി ഫോം ഔട്ട് ആവുകയും ചെയ്തു. എല്ലാം കൂടി അവർക്ക് തിരിച്ചടിയായി. 9ാമതാണിപ്പോൾ KKR ഉള്ളത്. അടുത്തത് നമ്മുടെ പവർ റാങ്കിൽ 8ാം സ്ഥാനത്ത് SRH. കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും 8ാം സ്ഥാനത്താണ് SRH ഉണ്ടായിരുന്നത്. കളിച്ച 3 കളികളിൽ 1 വിജയം 2 തോൽവി. SRHനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൈപ്പിനുള്ള കളി കളിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഏതായാലും വരുന്നുണ്ട്. ഇപ്പോൾ LSGയോട് ശരിയാണ്, അവർ അവസാന പന്തിലാണ് പരാജയപ്പെട്ടത്. പക്ഷേ 5 വിക്കറ്റിൻ്റെ പരാജയമായിരുന്നു അത്. SRHനെ സംബന്ധിച്ചിടത്തോളം ഇൻകൺസിസ്റ്റൻ്റ് ആണ് പെർഫോമൻസ്, അത് പറയാതെ വയ്യ. ഇപ്പോൾ ട്രാവിസ് ഹെഡ്, അതുപോലെ അഭിഷേക് ശർമ്മ, ഹെൻറി ക്ലാസൻ, ഇഷാൻ കിഷൻ, അനികേത് വർമ്മ, അങ്ങനെ കിടിലൻ ബാറ്റിംഗ് ഉണ്ട് ബൗളിങ്ങിൽ. പക്ഷേ അത്രത്തോളം മികവ് അവർക്ക് കാണിക്കാനും പറ്റുന്നില്ല. പാറ്റ് കമിൻസ് മടങ്ങിയെത്തും 18ാം തീയതിക്ക് ശേഷം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഏതായാലും പവർ റാങ്കിങ്ങിൽ 8ാമത്. പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത് GT. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്തായിരുന്നു GT. അതിന് മുമ്പത്തെ പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തായിരുന്നു GT. അവിടെ നിന്ന് GT കുതിച്ചിരിക്കുന്നു. 7ാം സ്ഥാനത്തേക്ക് ഇതാ ഉയർന്നിരിക്കുന്നു. GTയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 കളികളിൽ 1 വിജയം 2 തോൽവികളുമായിട്ട് 2 പോയിൻ്റോടെ തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അവർക്കുണ്ട്. അത് വരും മത്സരങ്ങളിൽ കാര്യങ്ങൾ മാറി മറിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അവരുടെ പ്രിൻസ് ഫോമിലേക്ക് എത്തി. സായി സുദർശൻ നമുക്കറിയാമല്ലോ, സാധാരണ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച പ്രകടനം ഉണ്ടാവാറുണ്ട്. അതിപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ GT DCക്കെതിരെ ഒറ്റ റൺസിനാണ് ജയിച്ചത് അവസാനം. ശരി, അത് ഡേവിഡ് മില്ലറുടെ മിസ്റ്റേക്കിൽ നിന്ന് സംഭവിച്ചതാണ് എന്നൊക്കെ പറയാം. എന്നാൽ പോലും റാഷിദ് ഖാൻ്റെ മികച്ച ബൗളിംഗ് പ്രകടനവും ഇനി പ്രതീക്ഷ വെക്കാവുന്ന തരത്തിലേക്ക് മടങ്ങി വന്നിട്ടുള്ള ജോസ് ബട്ട്ലറുടെ ബാറ്റിംഗ് പ്രകടനം, അദ്ദേഹം ഇടക്കാലത്തൊന്ന് മങ്ങിയിരുന്നു. 27 പന്തിൽ നിന്ന് 3 4ഉം 5 6ഉമാണ് DCക്കെതിരെ അടിച്ച് അദ്ദേഹം 52 റൺസ് അടിച്ചത്. വാഷിംഗ്ടൺ സുന്ദർ 32 പന്തിൽ നിന്ന് 55 റൺസ് അടിച്ചിരുന്നു. ഗ്ലെൻ ഫിലിപ്സ് ഫോമിലേക്ക് എത്തേണ്ടതുണ്ട്, അത് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ GTക്ക് ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. 7ാം സ്ഥാനത്ത് GT വരുമ്പോൾ 6ാമത് MI. 6ാമതാണ് MI. കഴിഞ്ഞ പവർ റാങ്കിൽ 4ാമതായിരുന്നെങ്കിൽ ആ MI ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? തുടരെ 2 പരാജയങ്ങൾ. ബാറ്റിങ്ങോ സൂപ്പറാണ്, ബൗളിങ്ങോ സൂപ്പറാണ് കടലാസിൽ. പക്ഷേ കളിയിൽ എന്ത് സംഭവിക്കുന്നു? ഇപ്പോൾ കഴിഞ്ഞ കളി എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് 11 ഓവറായിട്ട് കട്ട് ഷോട്ട് ചെയ്യപ്പെട്ടപ്പോഴുള്ളൊരു കളിയാണ്, അത് സമ്മതിക്കുന്നു. അപ്പോഴും അവിടെ വൈഭവ് സൂര്യവംശിയെ പോലുള്ള ഒരുത്തൻ്റെ വെടിക്കെട്ട്, യശസ്വി ജയ്സ്വാളിൻ്റെ ഗംഭീര പ്രകടനം, അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ പന്തെറിയാൻ പറ്റാതെ പോയ MIയുടെ ബൗളർമാർ. കളിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ ഇത് പറഞ്ഞു, ഞങ്ങൾക്ക് എക്സിക്യൂഷൻ കൃത്യമായില്ല, പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എക്സിക്യൂട്ട് ചെയ്തത് തെറ്റിപ്പോയി എന്ന്. അങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ IPL ആണ്, കളി കൈവിടു പോകുന്ന സ്ഥിതി ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ 6ാം സ്ഥാനത്താണ് MI. 5ാം സ്ഥാനത്ത് LSG. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ 6ാം സ്ഥാനത്തായിരുന്നു LSG എങ്കിൽ ഈ പവർ റാങ്കിൽ അവർ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തുന്നു. 5ാം സ്ഥാനത്തേക്ക് അവർ മാറിയിട്ടുണ്ട്. 3 കളികളിൽ നിന്ന് അവരിപ്പോൾ 2 വിജയങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. 2 വിജയവും 1 തോൽവിയുമായിട്ട് 4 പോയിൻ്റാണ് LSGക്കുള്ളത്. പന്തിൻ്റെ ടീം, ഗോയങ്കയുടെ ടീം
വീണ്ടും വിജയപഥത്തിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷ എന്തായാലും ആരാധകർക്കുണ്ട്. പന്തും ഇപ്പോൾ ഫോം തിരികെ പിടിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കളി അദ്ദേഹം മോശമായി, പക്ഷേ അതിൻ്റെ മുമ്പത്തെ കളിയിൽ അദ്ദേഹം മികവ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് എടുത്തു പറയേണ്ട പ്രകടനം മുകുൾ ചൗധരിയുടേതാണ്. മുകുൾ ചൗധരിയിൽ അവരൊരു മികച്ച ഫിനിഷറെ കണ്ടെത്തിയിരിക്കുന്നു. പയ്യൻ 27 പന്തിൽ നിന്ന് 2 4ഉം 7 6ഉം അടക്കമാണ് 54 റൺസ് അടിച്ചത്. അതിലാണ് യഥാർത്ഥത്തിൽ KKR വീണു പോയത്. 3 വിക്കറ്റിന് വിജയം അവർ സ്വന്തമാക്കുന്നു. അത് അവൻ്റെ രണ്ടാമത്തെ മാത്രം കളിയാണ് എന്ന് മാത്രമല്ല, അവൻ പറയുന്നുണ്ട് ഞാൻ അണ്ടർ ദി ലൈറ്റ്, ഞാൻ ആകെ കളിച്ച രണ്ടാമത്തെ കളിയാണിത് എന്ന്. അവിടെയാണ് അവൻ ഈ അടി അടിച്ചിരിക്കുന്നത്. അവർക്കൊരു ജമ്മാണ്. ജസ്റ്റിൻ ലാംഗർ പറഞ്ഞ പോലെ ഞാൻ 4 മാസം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും സ്കേറിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ 6 അല്ലെങ്കിൽ നമ്പർ 7 ആയിട്ട് മുകുൾ ചൗധരിയെ മാറ്റുമെന്ന് പറഞ്ഞിരുന്നില്ല. ആ പറഞ്ഞ പോലെ അദ്ദേഹം ചെയ്ത് കാണിക്കുമ്പോൾ എന്തായാലും ഈ IPL വലിയ പ്രതീക്ഷ അവനിൽ വെക്കാം LSGക്ക്. സോ LSG അറ്റ് നമ്പർ 5. നമ്പർ 4 DC. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ DC 3-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ DC 4-ാം സ്ഥാനത്തേക്ക് വീഴുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കയ്യിൽ കിട്ടിയൊരു കളി അത് വിജയിക്കാൻ കഴിയാതെ പോകുന്നത് എങ്ങനെയാണ്. ഡേവിഡ് മില്ലറെ പോലുള്ള വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ളൊരു കളിക്കാരൻ അതിൻ്റെ ഒട്ടും മുമ്പത്തെ പന്ത് ഓടണ്ടാൻ തീരുമാനിക്കുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. സോ DCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ റിസ്വിയുടെ ഫോമായിരുന്നു ആദ്യത്തെ 2 മത്സരങ്ങളുടെ അവരുടെ വിജയത്തിന് കാരണമായിട്ട് മാറിയതെങ്കിൽ അതേ റിസ്വി ഗോൾഡൻ ഡക്ക് ആയതോടുകൂടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാഴ്ച. അത്തരം ഘട്ടങ്ങളിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോവേണ്ട കളിക്കാരാണ് ഈ പറഞ്ഞ ട്രിസ്റ്റൻ സ്റ്റെപ്സും അതുപോലെ ഡേവിഡ് മില്ലറുമൊക്കെ. അവരതിന് കെൽപ്പുള്ളവരാണ്, അവരതിനു വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്, ഇല്ല എന്നല്ല ഈ പറയുന്നത്. അപ്പോൾ ഡേവിഡ് മില്ലറുടെ ആ ഒരു മാസ്മരിക പ്രകടനം ഇല്ലായിരുന്നെങ്കിൽ വലിയ മാർജിന് തോറ്റേനെ. മില്ലർ 20 പന്തുകളിൽ നിന്ന് 41 റൺസാണ് അടിച്ചു കൂട്ടിയത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ മോശമെന്നല്ല ഈ പറയുന്നത്. എന്നാലും ഒരു ഫൈനൽ പുഷിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല. അതിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ആൾ നിതീഷ് റാണയാണ്. തുടരെ പരാജയപ്പെടുന്നു. അദ്ദേഹത്തിന് ഒരു സ്ഥാനചലനം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എങ്കിലും KL രാഹുൽ ഫോമിലേക്ക് എത്തിയത്, പത്തുൻ നിസാങ്ക മേച്ച് രൂപത്തിൽ കളിക്കുന്നതൊക്കെ അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. സോ പവർ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്ത് DC വരുന്നു. 3-ാം സ്ഥാനത്ത് RCB ആണ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ അവർ 2-ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ RCB 3-ാം സ്ഥാനത്തേക്ക് വരുന്നു. RCBയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കഴിഞ്ഞ കളി തോറ്റത് നോക്കണ്ട, അത് വൈഭവ് സൂര്യവംശിയുടെ അഴിഞ്ഞാട്ടത്തിൽ സംഭവിച്ചതാണ്. പൊള്ളിച്ചടിക്കുകയും കൊടുത്തു. പിന്നെ ധ്രുവ് ജുറലിൻ്റെ മികവും കണ്ടു. അതേസമയം ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. വിരാട് കോഹ്ലിയെ പോലെയുള്ള താരങ്ങൾ ഫോമിലാണ് എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. രജത് പട്ടിദാർ ഫോമിലാണ്. ജോഷ് ഹേസൽവുഡ് മടങ്ങിയെത്തിയിട്ടുണ്ട്. RCBയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തോൽവി അവരെ വലിയ രൂപത്തിൽ പിന്നോട്ടടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വരുന്ന മത്സരങ്ങളിൽ അവർ വീണ്ടും മികവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 2-ാമതാണ് രാജസ്ഥാൻ റോയൽസ്. പവർ റാങ്കിങ്ങിൽ 1-ാമതുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് ഇതാ നമ്മുടെ പോയിൻ്റ് പട്ടികയിൽ 1-ാമതുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് ഇതാ പവർ റാങ്കിങ്ങിൽ 2-ാം സ്ഥാനത്ത്. 2-ാമതാണ് അവരുടെ ടീം. തുടക്കത്തിൽ നമ്മൾ 10-ാം സ്ഥാനം കൊടുത്ത ടീമാണ് നോക്കണം. പവർ റാങ്കിങ് കളി തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടപ്പോൾ 10-ാമതുണ്ടായിരുന്ന ടീമാണ് നോക്കണം. ഇപ്പോൾ കളിച്ച 4 കളിയും വിജയിച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ രഹസ്യം? ഒരു രഹസ്യവും ഇല്ല. അവർക്ക് പരസ്യമായിട്ടേ കാര്യമുള്ളൂ. ആര്? വൈഭവ് സൂര്യവംശി. ടീമിൻ്റെ ഐക്കൺ തന്നെയായിട്ടൊരു 15-കാരൻ മാറുന്ന വല്ലാത്തൊരു കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ധ്രുവ് ജുറലും ചേർന്ന ഒരു ബാറ്റിംഗ് നിര. അവരെന്തും ചെയ്യും, അവരെ ഭയക്കണം. സോ രാജസ്ഥാൻ റോയൽസാണ് 2-ാം സ്ഥാനത്തെങ്കിൽ 1-ാം സ്ഥാനത്താണ് പഞ്ചാബ് കിങ്സ് ഉള്ളത്. പഞ്ചാബ് കിങ്സ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർക്ക് മഴ പെയ്തു പോയിട്ട് ഒറ്റ പോയിൻ്റ് നിൽക്കേണ്ടി വന്നു എന്നതുകൊണ്ട് അവരുടെ സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. ഏതായാലും ഇപ്പോൾ ഏറ്റവും മികച്ച ടീം പഞ്ചാബ് കിങ്സ് തന്നെയാണ്. അവർ 1-ാം സ്ഥാനത്ത് വരുന്നു. വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് എന്ന് പറയാം. PBKS 1, രാജസ്ഥാൻ റോയൽസ് 2, RCB 3, DC 4, LSG 5, MI 6, GT 7, SRH 8, KKR 9, CSK 10. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.